ഹലോ ഫ്രണ്ട്സ്, രാവിലെ എത്ര മണി? 5 മണി. എണീറ്റു. ഒടുക്കത്തെ തണുപ്പ്. 5:30 ആയിപ്പോൾ. 4:30 തന്നെ എണീറ്റു. എൻ്റെ കൂർക്കം വരി കാരണം ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല. അപ്പം അഭിമാനം പോലെ പറയുന്നതല്ല. അപ്പം വണ്ടി എത്തി നമ്മളിതപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഇതിപ്പം ജീപ്പ് ബുക്ക് ചെയ്താണ് ഇവിടുത്തെ സ്പോട്ട്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സോ അപ്കമിങ് വീഡിയോസിൽ അതായിരുന്നു. ജീവട്ട ബേമ്പ ടച്ച് ഷൂട്ട് വണ്ടിക്ക് ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നുണ്ട്. വണ്ടി കയറേണ്ട ബാക്ക് ഓപ്പൺ ആണ്. 5 പേര് സേഫ്, 2 പേര് ഡേഞ്ചർ സോണില്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുക. ഞാൻ പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ ഇതാ ജീവട്ടർ സച്ചു ലൈറ്റ് ഫോക്കസ്. ജീവട്ടർ കാണ്ട് ഫോക്കസ് യുവർ സെൽഫ് സച്ചു. അങ്ങനെ ബാക്കിൽ ഓപ്പൺ ജീപ്പിലെ ഇരിക്കുന്നത്. അവിടെ ഒന്നും കാണില്ല. ഓപ്പൺ ജീപ്പിലാണ്. അപ്പുറത്ത് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഫ്രണ്ടില്, അതായത് ക്യാബിൻ്റെ അകത്ത് 5 പേരുണ്ട്. ഞങ്ങൾ പുറത്താണെന്ന്. ഇനി ബാലൻസ് ഉള്ള വിശേഷങ്ങൾ കുറച്ച് വെളിച്ചം വന്നിട്ട് ഓരോരുത്തരും മറ്റേ കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഇതിനെ കാണുന്നുണ്ടോ? ഓക്കെ. വാങ്ങിയിട്ട് എങ്ങോ ഓർഡർ ചുമ്മാ വാങ്ങിച്ചിട്ട് നമുക്ക് വേറെ ഇതാണ്. നമ്മുടെ വണ്ടി വന്നത് ഇതാണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് സുമോയിൽ കയറണം. അത്ര 2 കിലോമീറ്റർ മേലെ കൊണ്ടുപോയി ഇവിടുന്ന പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. സോ വെയിറ്റിംഗ്. അതിന്റെ മണ്ടയ്ക്ക് കയറണ്ട കേട്ടാ. അവിടെ ഒരു അമ്പലമുണ്ട്. കുറെ സ്റ്റെപ്സ് ഉണ്ടാവും. ആ സ്റ്റെപ്സിൽ കൂടെ ഇങ്ങനെ കയറി പോണം. പണ്ട് പോയിട്ടില്ല ചേട്ടല്ലേ ചേട്ടാ? മേലൊരു അമ്പലം ഉണ്ടാവും. സനുവിന്റെ ചേട്ടൻ ഒരു ചായ അടിച്ചാലോ? അത് മേലെ പോവാ. ശരി, മേലെ കയറണോ? ദാ ഇതിൽ കൂടെ എങ്ങനെ കയറണം? സ്റ്റെപ്പ് കയറണം, മേലെ കയറണം. ആ ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടായിരുന്നു നമ്മളിവിടെ കൊണ്ടുവന്നാക്കി. 20 രൂപ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തത്. പെട്ടെന്ന് തന്നെ എത്തിട്ടോ. ഒരു 3-4 കിലോമീറ്റർ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് നടക്കാനുള്ളതാണ് കേട്ടോ. നടക്കാനുണ്ട്. മേലെ പോയി കഴിഞ്ഞാൽ വ്യൂ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് മേലെ കയറാം. മേലെ അമ്പലമുണ്ട്. അമ്പലത്തിന്റെ അങ്ങോട്ടാണ് പോകേണ്ടത്. കൊള്ളാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോ മേലോട്ട് കയറണം. ആരും വന്നിട്ടില്ല, അതുകൊണ്ട് രാവിലെ തന്നെ കയറാം. ഒട്ടക്കത്തെ തണുപ്പ്. എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. ചേച്ചി പകുതി വരെങ്കിലും പോവാ. ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. സോ അത്ര ഡിഫിക്കൽട്ട് അല്ല നടക്കുന്നത്. രാവിലെ നല്ല നേരത്തെ വന്നിരുന്നെങ്കിൽ സൺറൈസ് ആണായിരുന്നു. ഇപ്പോൾ തണുപ്പ് നല്ലോണം, നല്ല ചിൽനെസ്സാ. അങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ടേ ലിറ്ററലി. ചേച്ചി അവിടെ വ്യൂട്ടാ. ഇങ്ങോട്ടുള്ള ഓക്കെ. സോ ഗൈസ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഫുൾ ട്രക്കിംഗ് ആണ്. അതിൽ നടക്കണം. പിന്നെ ഇൻ ബിറ്റ്വീൻ അമ്മ തണുക്കുണ്ടോ? ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല. അമ്മ താഴെ പോയി തന്നു. അമ്മ ചെരുപ്പെടുത്ത് കൈ പിടിച്ചു. സോ ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ഈസി ടു വാക്ക്.
മേലെ വരെ എത്തണം, അത്യാവശ്യം ദൂരമുണ്ട്. സൈഡ് വ്യൂസ് ഉണ്ട്, അങ്ങനെ പോവാം. നടക്കല്ലേ ജീവട്ടുണ്ട് മാ. നടക്കവാ. few more steps to go. നല്ല നടപ്പുണ്ട്. Approximate 40 degree. വോയിസ് പോലും വരുന്നുണ്ട്, അതിൽ ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് രാവിലെ നേരത്തെ ചായയും കുടിച്ച് കിടക്കാൻ മമ്മിയെ പിടിച്ചോണ്ട് വന്നിട്ട് മല കയറ്റിക്കൊണ്ടിരിക്കുക. അയ്യോ പ്രീമിയർ മേലെ കയറി സൂര്യനൊക്കെ ഉദിച്ച് പൊങ്ങി തോന്നുന്നുണ്ടല്ലോ. ഒരു അമ്പലമുണ്ട്. നല്ല പയറുപടി പോലെ ഉണ്ട് അപ്രേഷൻ. അച്ഛനൊക്കെ ചെറുതായിട്ട് കണ്ണിലൂടെ വെള്ളം ക്ലൈമറ്റ് എങ്ങനെയാണ്. കണ്ട ബാക്കിൽ നല്ല കുടം പുകയടിച്ചാല സൂര്യൻ നാണ്ട മേലെ കയറിയതിന്റെ പുകയൊക്കെ വെച്ചിട്ട് അത് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു അമ്പലം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ സൺറൈസ് എന്നുള്ള പോയിന്റ് ആയിരുന്നു. അതിന് മുകളിലോട്ട് അറിയത്തില്ല, ജസ്റ്റ് പ്രതിഷ്ഠയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ഫീറ്റ് ഹൈറ്റിലാണ് ഉള്ളതെന്ന് കേരള കേട്ടോ. ഇത് വന്നിട്ട് 6300 ഫീറ്റ് സീ ലെവൽ എന്നാണ്. മാത്രമല്ല ഇതിൻ്റെ പീക്കിലോട്ട് ആരും കയറാതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ ഗുരു മേലെ ഗദ്രികെ മുല്ലപ്പ സ്വാമി മുട്ട, ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. ഇതൊരു ട്രാൻസ്മിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേഷനിൽ ഇവിടെ എന്താ ഉള്ളത് നോക്കാം. നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ക്ലൈംബ് ഡൗൺ. ബിക്കോസ് ഞാൻ മാത്രമേ ഉള്ളൂ. അവർ താഴോട്ട് ഇറങ്ങി ഗുഡ് എക്സ്പീരിയൻസ്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും മര്യാദയ്ക്ക് വീക്ക് എടുക്കാൻ പറ്റില്ല. ഓ കുടമഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഫീൽ നല്ല കുടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി അറിയാം.
അടിപൊളി സൺറൈസ് കണ്ടു. ഇറ്റ്സ് റിയലി വർത്ത്. 20 രൂപ ടിക്കറ്റ് താഴ്ന്ന് നമ്മൾ അവിടുന്ന് വണ്ടി പിടിച്ചത് ഒരു ദിവസം ഫുള്ളും കറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിക്ക് എടുത്തതാണ്. ഒരു വണ്ടിക്കാണ് കണക്ക്. 7 പേരാകുമ്പം 7 പേരാണ് നമ്മളുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്കൊരു വണ്ടി മൊത്തത്തിൽ വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ. പക്ഷെ ഇവിടെയും ആൾക്കാർ ഷൂട്ടിട്ട് വന്നേക്കുന്നത്. ബട്ട് നമ്മളെന്തായാലും സൈഡിൽ നിന്ന് ആ വ്യൂ കൂടെ കാണാം. നല്ല ഫോഗ് വരുന്നുണ്ടല്ലോ. പക്ഷെ നല്ലോണം മഞ്ഞ് വരുന്നുണ്ട് അല്ലേ. നല്ലോണം സൂര്യൻ ഉദിച്ച് സച്ചി എങ്ങനെയുണ്ടാ? സംഭവം സൂപ്പർ അല്ലേ? പൊളിയല്ലേ? ശരി. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് ഞങ്ങൾക്ക് അത് ഒരു ഡൗട്ട് ഉണ്ട്. അത് ഞാൻ കണ്ടു. 6300 സ്ക്വയർ ഫീറ്റ് മുകളിലാണ്. തെറ്റിപ്പോയി. ഫീറ്റ് മുകളിലാണ്, സ്ക്വയർ ഫീറ്റ് വീട്ടിലില്ല. ആ മണ്ടയ്ക്ക് കയറാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. നല്ല കോടമഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടും നല്ല രീതിക്ക് കയറി വരുന്നുണ്ട്. നല്ല ഫീൽ ഉണ്ട്. ഇറങ്ങുമ്പോൾ നമുക്ക് ചുമ്മാ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുക്കാം. പക്ഷെ റിയലി ഗൈസ് ഒരു വർത്ത് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഞങ്ങൾ നേരത്തെ നടക്കുമ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി എടുത്തു, ജീപ്പ് എടുത്തു, ഒരു ദിവസത്തേക്കുള്ളത്. അടുത്ത് 10 ഏരിയ വരെ കയറാം കേട്ടോ. നമ്മൾ ചെക്ക് പോസ്റ്റിന് പിന്നെ നമുക്കൊരു വേറൊരു വണ്ടി എടുക്കാം. 3 കിലോമീറ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് 200 രൂപ. ഒരു വണ്ടി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 200 രൂപ. നമ്മളൊരു വണ്ടി മൊത്തത്തിൽ എടുത്ത് 7 പേര് ഒരു ചാരി ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ ഇവിടുന്ന് താഴ്ന്ന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ കഷ്ടിച്ച് മേലെ കയറി വരാം. സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇത് താഴെ പോയിട്ട് ചായ കുടിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷെ സാധാരണ കാണുക. കാര്യം നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ സ്ട്രഗിൾസും എല്ലാം കൂടെ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, എന്നിട്ട് ബെൽ ബട്ടൺ ഒന്ന് തട്ടിയേക്കുക. അപ്പോൾ നമ്മളെടുത്ത് അടുത്ത വീഡിയോസ് കിട്ടുമായിരിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് ഏതാണെന്ന് അറിയില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത സ്പോട്ട് കൂടെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ചിക്മംഗ്ലൂർ ഡയറീസ് ഇനി കുറച്ചുകൂടെ വീഡിയോസ് വരാനുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കാണാം. So till the next video, it's bye. ഇതാണ് നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഓൾമോസ്റ്റ് ചായയും കുടിച്ചിട്ടാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നല്ല കാപ്പി. ഒരു മാഗി 2 പേരും കൂടെ. അല്ല, പക്ഷെ ഞാൻ എനിക്ക് കേറിയ പോലെ ഒരു ഓർമ്മയില്ല ചേച്ചി. അതേ തന്നെ ചേച്ചി ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ഓർമ്മ ഉണ്ടാവില്ല. ചേച്ചി സ്ഥലത്തിന്റെ പേര് എന്താണെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സ്ഥലത്തിന്റെ പേര് മുല്ലയങ്കിരി തന്നെയാണ്. കറക്റ്റ് ആണ്. അപ്പൊ മേലെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് മുല്ലയങ്കിരി കേട്ടാ. വാങ്ങിച്ചൂടാ.